ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീനെ കുറിച്ചിട്ടായിരുന്നു. നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ എന്താണ്, അതും ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ കേസിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ റൂളിൻ്റെ കേസിൽ എങ്ങനെയാണ് അത് വരിക, അതേപോലെ തന്നെ ട്രാൻസിഷൻ ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെയും നോൺ ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെയും സിമ്പിൾസ് എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം കോൺഫിഗറേഷനെ കുറിച്ചിട്ടായിരുന്നു. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? വേ ടു റെപ്രസെൻറ്റ് ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് എ ടൂറിംഗ് മെഷീൻ അറ്റ് എ മൊമെൻറ്റ് ഡ്യൂറിങ് കമ്പ്യൂട്ടേഷൻ. അഥവാ നമ്മളിപ്പോൾ ടൂറിംഗ് മെഷീൻ നമുക്കറിയാം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമേറ്റിയാണ് എന്ത് ടൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എൻറ്റയർ സ്റ്റേറ്റിനെ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കുറേ സ്റ്റേറ്റുകൾ വരുമല്ലോ. സോ ആ ടൂറിംഗ് മെഷീൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൂറിംഗ് മെഷീനിലുള്ള എൻറ്റയർ സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മറ്റൊരു വേർഡിൽ പറയുകയാണെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ്ങിനെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ ഒരു കോൺഫിഗറേഷൻ എന്ന് വിളിക്കാം. ഒരു പർട്ടിക്കുലർ ടൂറിംഗ് മെഷീൻ്റെ ഒരു കോൺഫിഗറേഷൻ്റെ ടൈമിലുള്ള അതിൻ്റെ കാര്യങ്ങൾ ആ സ്ട്രിങ്ങിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യും, ആ കറണ്ട് ടൈമിലുള്ള കറണ്ട് സ്റ്റേറ്റ് എന്താണ്, എവിടെയാണ് ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് പൊസിഷൻ ഓഫ് ഹെഡ്, ടേപ്പ് ഹെഡ് ഉണ്ടാവുമല്ലോ, ആ ടേപ്പ് ഹെഡ് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതുപോലെ തന്നെ ടേപ്പിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്. ഇത്രയും 3 കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് നമ്മളുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓരോ സമയത്തും ഓരോ കമ്പ്യൂട്ടേഷൻ്റെയും സമയത്ത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ടേപ്പാണ്. ഈ ടേപ്പിൽ കുറേ ആൽഫബറ്റ്സ് ഉണ്ട്, ടേപ്പിൻ്റെ സിമ്പിൾസ് ഉണ്ട്. ടേപ്പ് സിമ്പിൾസ് ഇവിടെ എ ബി എ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ടേപ്പ് ഹെഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറൻറ്റായിട്ടുള്ള ഈ ഒരു ടൂറിംഗ് മെഷീൻ്റെ കാര്യങ്ങളെ ഡീറ്റെയിൽസിനെ നമ്മളൊരു സ്ട്രിങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതാണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. സോ ഇതിനെ ഒരു സ്ട്രിങ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ ആ സ്ട്രിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എൻറ്റയർ ടേപ്പ് കണ്ടൻസ് ഏതിലുണ്ടാവും, നമ്മുടെ സ്ട്രിങ്ങിലുണ്ടാവും. സോ നമ്മൾ ആദ്യം തന്നെ ആ എൻറ്റയർ ടേപ്പ് കണ്ടൻറ്റ് അതുപോലെ തന്നെ എഴുതുക, ബ്ലാങ്ക് സ്പേസ് ഒഴിക്കെ. സോ ABA ദെൻ BBAA ഉള്ള എഴുതുക. എവിടെയാണോ നമ്മളുടെ ടേപ്പ് ഹെഡ് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും നമ്മൾ സ്റ്റേറ്റ് ഇടുന്നത്. സോ ഇവിടെ Q എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് Q എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് സം ബീനെ ലുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടേപ്പ് ഹെഡ് യൂസ് ചെയ്തിട്ട് ബീനെ ലുക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. Q എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ബീനെ ലുക്ക് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഇത് കാരണം ഇപ്പം ടേപ്പ് ഹെഡ് ഇവിടെ ബിയിലാണ്. സോ അതിന് തൊട്ട് മുമ്പ് ഏതോ ഒരു സ്റ്റേറ്റിലായിരുന്നു. ആ സ്റ്റേറ്റാണ് ഞാൻ Q എന്നുള്ളതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ആ സ്റ്റേറ്റിൽ നിന്നും ബീനെ ലുക്ക് ചെയ്യുന്നു. സോ കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? Q. കറണ്ട് പൊസിഷൻ ഓഫ് ഹെഡ് ഏതാണ്? Qയിലാണ്. അടുത്തതായിട്ട് ബീനാണ് ലുക്ക് ചെയ്യുന്നത്. എൻ്റെ ടേപ്പ് കണ്ടൻറ്റും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു കോൺഫിഗറേഷനാണ്. ഈ ഒരു ടൂറിംഗ് മെഷീൻ്റെ ആ ടൈമിലുള്ള ഒരു സ്ട്രിങ് ആണത്. ഓക്കെ, ഒരു കോൺഫിഗറേഷനാണിത്. ദെൻ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ടൂറിംഗ് മെഷീൻ്റെതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം. ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ടൂറിംഗ് മെഷീനാണ്. ഇവിടെ 3 സ്റ്റേറ്റുകളുണ്ട്. Q, S, P ഉണ്ട്. സോ Qയിൽ നിന്നും ഒരു സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞിട്ടുള്ള ആൽഫബറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ ആൽഫബറ്റിനെ X കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് X കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ദെൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള എസ്സിലോട്ട് വരുന്നു. എസ്സിൽ നിന്നും ഒരു പർട്ടിക്കുലർ B എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ആൽഫബറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വൈനെ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ദെൻ റൈറ്റിലോട്ട് വീണ്ടും മൂവ് ചെയ്യിക്കുന്നു. P എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകുന്നു. Pയിൽ നിന്നും എങ്ങോട്ട് വേറെ ട്രാൻസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. Qയിൽ നിന്ന് വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. B എന്നുള്ള ഇൻപുട്ട് ആൽഫബറ്റ് കണ്ടു കഴിഞ്ഞാൽ Z കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ 3 ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീന് അതിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു Q എന്നുള്ള സ്റ്റേറ്റിൻ്റെ അവിടെ നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ടേപ്പ് ഹെഡിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു CCABBC ആണുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കണം, അസ്യൂം ചെയ്യണം കേട്ടോ. ടേപ്പ് ഹെഡിൽ CCABBC ആണുള്ളതെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ വരുന്ന നോക്കൂ, A ആണ് ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ട് വരുന്നത്. സോ എ ആണ് എവിടുന്ന്
ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും. സോ ഞാൻ എയുടെ തൊട്ട് മുമ്പ് ക്യൂ എന്നിട്ടു. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും എന്താണ്, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും എ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും ടേപ്പ് ഹെഡ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, എ വരുന്നു. എ വന്നു കഴിഞ്ഞാൽ, സോ ഈ ഒരു സ്റ്റേറ്റിന്, ഈ ഒരു ടൈമിന് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി ആണ്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ആണ് ഈ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്യൂ എന്നിൽ നിന്നും എ വന്നു കഴിഞ്ഞാൽ, കാരണം ക്യൂവിൽ നിന്നും അടുത്തതായിട്ട് ടേപ്പ് ഹെഡ് പോയിന്റ് ചെയ്യുന്നത് എയിലോട്ടാണ്. എയിലോട്ടായി കഴിഞ്ഞാൽ അടുത്തത്, അതാണ് ഇവിടെ രണ്ടാമത്തതായിട്ട് കാണിക്കുന്നത്. എയിലോട്ടാണെങ്കിൽ എന്താ ചെയ്യുന്നത്, എനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, അഥവാ ഈ എനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ദെൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. റൈറ്റിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ എന്ത് ചെയ്യുന്നു, സി സി എക്സ് ആവും. ദെൻ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ട് എത്തുന്നു. സോ ക്യൂ അവിടെ നിന്ന് പോയിട്ട് എന്താവും, എസ് ആവും. ദെൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുക മീൻസ് എന്താണ്, ഇതിങ്ങോട്ടായില്ലേ, ക്യൂ എന്ത് ചെയ്യും, ഇങ്ങോട്ടായി എ ഇങ്ങോട്ട് വരും അല്ലേ, എ ഇങ്ങോട്ട് വരും. എനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ദെൻ എസ് ഇടുന്നു, കാരണം എന്താ, എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. ദെൻ അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ്, ബി എന്ന് പറഞ്ഞിട്ടുള്ള, ദെൻ ഈ ഒരു ബി ഓടുന്ന വരുന്നത് എസ്സിലെത്തിയതിന് ശേഷമുള്ളതാണ് കേട്ടോ. ബീനെയാണ് അടുത്തതായിട്ട് ടേപ്പ് ഹെഡ് പോയിന്റ് ചെയ്യുന്നത്. ബീനെ പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു, അടുത്ത സ്റ്റേറ്റിൽ ബീനെ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ബീനെ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. അടുത്തത് ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്, പി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. സോ അവിടുന്ന് എസ് പോയിട്ട് എന്താവും, പി ആവും. പിയിൽ നിന്നും വീണ്ടും ലുക്ക് ചെയ്യുന്ന എന്തിനാണ്, അടുത്ത എന്താണ്, ഇൻപുട്ട് ടൈപ്പിൻ്റെ സിമ്പിൾ എന്താണ്, ബി ആണ്. സോ ബി എന്ന് പറയുന്നത് പിയിൽ നിന്നും വരുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ബിയിലോട്ടാണ് വരുന്നത്. ബിയിൽ നിന്നും എന്ത് വരുന്നില്ല, ബി വരുന്നില്ല. പിയിൽ നിന്നും ബി വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഇവിടെ എന്താവും, കോൺഫിഗറേഷൻ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണേണ്ടി വരും എന്താണ് സംഭവം എന്നുള്ളത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നുമില്ല, കറണ്ട് ടൈമിൽ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ ഇങ്ങോട്ടാണ് ടേപ്പ് ഹെഡ് പോയിന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടേപ്പിൽ എന്തൊക്കെയുണ്ട്, ഇത് ഇത്രയും കാണിക്കുന്ന ഒരു എന്താണ് സ്ട്രിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡിറ്റർമിനിസ്റ്റിക് ടൂറി മെഷീൻ്റെ കേസിൽ കേട്ടോ. ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറി മെഷീൻ്റെ കേസിൽ അറ്റ് ഈച്ച് മൊമെൻറ്റ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ദർ ക്യാൻ ബി മോർ ദാൻ വൺ സക്സസർ കോൺഫിഗറേഷൻ. അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആകുന്ന സമയത്ത് എന്തായിരിക്കും, ഇവിടെയൊക്കെ എന്തായിരുന്നു, ഒറ്റൊരു സക്സസർ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഒറ്റൊന്നിലോട്ടാണ് എന്ന് വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ, മൾട്ടിപ്പിൾ സ്റ്റേറ്റിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റൊരു സക്സസർ കോൺഫിഗറേഷന് എന്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇവിടുന്ന് ഒറ്റൊരു കോൺഫിഗറേഷനെ വന്നിട്ടുള്ളൂ, ഇവിടുന്ന് ഒറ്റൊരു കോൺഫിഗറേഷന് താഴോട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ നോൺ ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ കേസിൽ എന്ത് വരും, മോർ ദാൻ വൺ സക്സസർ കോൺഫിഗറേഷൻ വരും. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറി മെഷീൻ എടുത്തു. ഇതെങ്ങനെയാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് എങ്ങനെ മനസ്സിലായി, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് നോക്കൂ. ക്യൂവിൽ നിന്നും പർട്ടിക്കുലർ ഇൻപുട്ട് ആൽഫബറ്റ് എ വരുന്ന സമയത്ത് എനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് പി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂവിൽ നിന്ന് എ വരുന്ന സമയത്ത് വൈ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ട് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ എസ് എന്ന് കണ്ടോ, സി വരുന്ന സമയത്ത് രണ്ട് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. സോ ഇതെന്താണ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ടൂറി മെഷീനാണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ ഹിസ്റ്ററി ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി. ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക. ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, നമ്മൾ അസ്യൂം ചെയ്യുന്നു സി സി എ ബി ബി സി ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. നമ്മളുടെ ടേപ്പിൽ എന്താണ്, സി സി എ ബി ബി സി ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ദെൻ സി സി എ ബി ബി സിന്ന് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ലുക്ക് ചെയ്യുന്നത് എന്താണ്, എ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. ക്യൂ എന്ത് ചെയ്യുക, എയുടെ തൊട്ട് മുമ്പ് എന്തിടുക, ക്യൂ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും എ വരുന്നുണ്ടോ എന്നാണ് ലുക്ക് ചെയ്യുന്നത്. എ വരുന്നുണ്ടോ ലുക്ക് ചെയ്യുന്ന സമയത്ത് എ വരുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്, ഒന്ന് പിയിലോട്ട് പോകുന്നുണ്ട്, ഒന്ന് എസ്സിലോട്ട് പോകുന്നുണ്ട്. സോ ആ രണ്ടും നമ്മളിവിടെ കാണിക്കണം. അതിൻ്റെ രണ്ട് പിയിലോട്ട് പോകുന്ന സമയത്തുള്ള കോൺഫിഗറേഷനും കാണിക്കണം, എസ്സിലോട്ട് പോകുന്ന സമയത്തുള്ള കോൺഫിഗറേഷനും ഇവിടെ കാണിക്കണം. സോ അത് രണ്ടുമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ് ക്യൂവിൽ നിന്നും
എസ്സിലോട്ട് പോകുന്നതാണ് ആദ്യം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ശ്രദ്ധിക്കുക, നോക്കൂ. എനെ ക്യൂയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, എ ലുക്ക് ചെയ്യുന്നു. എ ലുക്ക് ചെയ്യുന്ന സമയത്ത് എനെ എന്താക്കി മാറ്റുന്നു, വൈ ആക്കി മാറ്റുന്നു. എ ഉള്ള സ്ഥാനത്ത് എന്താ ചെയ്യുന്നു, വൈ ആക്കി മാറ്റുന്നു. ദെൻ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ലെഫ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്യൂവിനെ എന്ത് ചെയ്യുന്നു, ക്യൂവിനല്ല, ക്യൂ എന്താവും പിന്നെ എസ് ആയിട്ട് മാറുമല്ലോ. ആ എസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ സിയുടെ അപ്പുറത്തേക്ക് വരും എന്ത്, എസ്. ഓക്കെ, ക്യൂ ഇവിടെ ആയിരുന്നു, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ക്യൂരല്ലല്ലോ പിന്നെ ഉണ്ടാവുക, അടുത്ത എസ്സിലോട്ടാണല്ലോ പോകുന്നത്. സോ എസ് ആണ് ഇതിന് പകരം ഉണ്ടാവുക. എസ്സിലോട്ട് എസ് ആക്കും. ഇതിന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഓപ്പറേഷൻ എന്താണ്, എനെ വൈ ആക്കി മാറ്റി. എനെ ഇവിടെ വൈ ആക്കി മാറ്റി ആദ്യം തന്നെ. ഇതിന് എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ക്യൂനെ നമ്മൾ എസ് ആക്കി മാറ്റി, എസ്സിനെ പിന്നെ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. സോ എന്ത് ചെയ്യുന്നു, ഈ ഇവിടെ ഉണ്ടായിരുന്ന എസ് എന്താവും, ഈ സിയുടെ ലെഫ്റ്റിലോട്ട് വരും, ഒന്ന് ലെഫ്റ്റിലോട്ടാവും. സോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈ ഒരു കേസ് നോക്കി നോക്കൂ, രണ്ടാമത്തെ കേസ്. സി സി ക്യു എ ബി ബി സിന്ന് എ ലുക്ക് ചെയ്യുന്ന സമയത്ത് എനെ എന്താക്കി മാറ്റുന്നു, എക്സ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. എക്സ് ആക്കി മാറ്റിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ പിയിലെത്തുന്നു. സോ എക്സിന് ക്യൂക്ക് പകരം എന്താക്കുക, പി ആക്കി മാറ്റുക. ദെൻ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് മൂവ് ചെയ്തു അല്ലേ, റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, ക്യൂ മൂന്നാമതായിരുന്നു ഉണ്ടായിരുന്നത്, അതിന് പകരം ഇവിടെ പി എന്താ വരിക, നാലാമതാണ് വരിക. ദെൻ ലുക്ക് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യും, എനെ എന്താക്കി മാറ്റും, എക്സ് ആക്കിയിട്ട് മാറ്റി. രണ്ട് കോൺഫിഗറേഷൻ കിട്ടി. ദെൻ അടുത്തത് നോക്കൂ. ഇനി ഈ ഒരു എസ്സിൽ നിന്നും നമ്മൾ സി വരുന്ന കേസ്. എസിൻ്റെ അടുത്തെന്താ ലുക്ക് ചെയ്യുന്ന എന്താണ്, സി ആണ് ലുക്ക് ചെയ്യുന്നത്. സി ലുക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്. സി ആണ് വരുന്നത്. സി വരുന്ന സമയത്ത് ഒന്ന് സെഡ് ആക്കി മാറ്റിയിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ടി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സീനെ ഡബ്ല്യൂയിലോട്ട് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് യുയിലോട്ട് എത്തുന്നുണ്ട്. സോ അത് രണ്ടും ഇവിടെ കാണിച്ചു നോക്കൂ. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. സോ എസ്സിനെ ഇത് എന്താക്കി മാറ്റുന്നു, അല്ല നമ്മളുടെ ഏതിനാണ് മാറ്റുന്നത്, സീനെ സെഡ് ആക്കി മാറ്റുന്നു. സോ ഈ സീനെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സെഡ് ആക്കി മാറ്റി. ഇതിന് എസ് ഇവിടെ രണ്ടാമതാണുള്ളത്. എസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എസ്സിനെ എന്താക്കി മാറ്റി എങ്ങോട്ടാ സ്റ്റേറ്റ് പോകുന്നത്, ടി ആക്കി മാറ്റുന്നുണ്ട്. ടി ആക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ അതിനെന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. സോ ഇവിടെ എസ് രണ്ടാമതായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ എന്താക്കി, ടി ആക്കി മാറ്റി. ദെൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിച്ചു. അപ്പോൾ എന്തായി, ടി ഇവിടെ ഫസ്റ്റിൽ വന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു കേസ് നോക്കൂ, സീനെ ഡബ്ല്യു ആക്കി മാറ്റുക, റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. സോ ഇവിടെ നോക്കൂ, ഈ സീനെ എന്ത് ചെയ്യുന്നു, ഡബ്ല്യു ആക്കി മാറ്റുക ആദ്യം തന്നെ. ദെൻ എന്ത് ചെയ്യുന്നു, എസ്സിനെ യുവിനോട് റീപ്ലേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്തത്. എസ് ഇവിടെ രണ്ടാമതുണ്ടായിരുന്നത്, യു ഇവിടെ എന്തായിട്ട് മാറും, മൂന്നാമതായിട്ട് വരും. ദെൻ അടുത്ത വൈയിലോട്ട് ലുക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് ഇനി വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ, അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഫിഗറേഷൻ സ്റ്റോപ്പ് ആവും. അതേപോലെ തന്നെ ഇവിടുന്ന് എന്താണ്, പിയിലെത്തിയ സമയത്ത് പിന്ന് പിന്നെ ലുക്ക് ചെയ്യുന്നത് എന്തിനാണ്, ബീനെയാണ് ലുക്ക് ചെയ്യുന്നത്. ബീനെ ലുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോൺഫിഗറേഷൻ കൂടി വരും കേട്ടോ, കാരണം ബി വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇവിടെ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇവിടെ എന്ത് വരും, സി സി എക്സ് ദെൻ ബിക്ക് പകരം എന്താ, വൈ, സി സി എക്സ് വൈ ദെൻ പിനെ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യിക്കുന്നത് അല്ലേ, എന്നിട്ട് ആർ ആയിക്ക് മാറുന്നു. സോ അപ്പോൾ സി സി എക്സ് വൈ ആർ ബി സി എന്ന് വരും. ഓക്കെ, സി സി എക്സ് വൈ ആർ ബി സി എന്നുള്ളതായിരിക്കും ഇവിടുന്ന് വരുന്ന ഒരു അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു കോൺഫിഗറേഷനോട് കൂടി അവിടെ നിൽക്കും. കാരണം അത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ ടൂറി മെഷീൻ ഇത്രയേ ഉള്ളൂ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ടൂറി മെഷീൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ആയിരിക്കും ഇവിടെ താഴെ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറി മെഷീൻ്റെ ഔട്ട്കംസ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ കേസിലുള്ള പോലെ തന്നെയാണ് അക്സെപ്റ്റും റിജക്റ്റും അതുപോലെ തന്നെ ലൂപ്പും ഒക്കെ തന്നെയാണ് ഏതിലുള്ളത്, നമ്മുടെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ടൂറി മെഷീനിലുള്ളത്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇഫ് എനി ബ്രാഞ്ച് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ അക്സെപ്റ്റ് then the non-deterministic Turing machine will accept. നമുക്കറിയാൻ പറ്റും എന്താണ് ഒരു പർട്ടിക്കുലർ എന്താണ് സ്ട്രിങ്ങിൻ്റെ കേസ് അല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പ്യൂട്ടേഷൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. എല്ലാ ബ്രാഞ്ചും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലൂടെ പോയിട്ടല്ലേ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലൂടെ അങ്ങനെ പോയിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതിൻ്റെ കേസ് നോക്കൂ, നോൺ ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു.
ഒരു സ്ട്രിങ് ഗെറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ മീനിങ് എന്താണ്, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലൂടെ പോയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്പ്യൂട്ടേഷൻ റിജക്റ്റ് ചെയ്താൽ മതിയോ, പോരാ, പകരം എന്ത് ചെയ്യണം, എല്ലാ ബ്രാഞ്ചിലൂടെ പോയി നോക്കിയിട്ടും നമുക്ക് ആ പർട്ടിക്കുലർ സ്ട്രിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാ പറയുന്നത് ഇഫ് ആൾ ബ്രാഞ്ചസ് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ഹാൾട്ട് മീൻസ് നമുക്ക് കിട്ടിയില്ല എന്നുള്ള, ആൻഡ് റിജക്റ്റ് നോ ബ്രാഞ്ചസ് അക്സെപ്റ്റ് ബട്ട് ആൾ കമ്പ്യൂട്ടേഷൻ ഹാൾട്ട്, ദെൻ ദ NDTM ദാറ്റ് മീൻസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ റിജക്റ്റ്. അഥവാ എല്ലാ ബ്രാഞ്ചസിലൂടെ പോകുന്ന സമയത്തും ഹാൾട്ട് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ എന്താണ്, റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലൂപ്പ്, അടുത്തൊരു ഔട്ട്കമാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കും. കമ്പ്യൂട്ടേഷൻ കണ്ടിന്യൂസ് ബട്ട് അക്സെപ്റ്റ് ഈസ് നെവർ എൻകൗണ്ടേർഡ്. സം ബ്രാഞ്ചസ് ഇൻ കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി ആർ ഇൻഫൈനൈറ്റ്. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടിയിൽ നിന്നും ക്യൂലോട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും ഒരു സ്ട്രിങ്ങിൽ ചെന്നിട്ട് സ്റ്റോപ്പ് ആവുന്നില്ല. സോ അങ്ങനത്തെ കേസ് അതാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുന്നു, ഇതൊരിക്കലും എന്താവുന്നില്ല, അക്സെപ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും അക്സെപ്റ്റ് ആവുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി തന്നെ എന്താണ്, കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതേപോലുള്ള കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി തന്നെ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് ആയിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്.